എല്ലാവർക്കും നമസ്കാരം. ബോണീസ് വ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ്. അതെ, നിങ്ങൾ തമ്പനെയിലിൽ കണ്ടത് വളരെ ശരിയാണ്. വെറും 4 ഇത്തിരിക്കുഞ്ഞൻ രാജ്യങ്ങൾ ചേർന്ന് $100 ബില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുമായി ഒരു കരാറിലേർപ്പെട്ടു എന്ന വാർത്തയാണ് വളരെ അഭിമാനപൂർവ്വം ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ മാത്രമല്ല, ഒരു ഇൻഷുറൻസ് അഡ്വൈസർ കൂടിയാണ്. മ്യൂച്വൽ ഫണ്ട്സിലും ഇൻഷുറൻസിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ കോൺടാക്ട് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഈ കരാറിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 4 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ 4 രാജ്യങ്ങളെ ചേർത്ത് EFTA എന്ന പേരിലാണ് ഈ 4 രാജ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇവ ഏത് രാജ്യങ്ങളൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ രാജ്യങ്ങളാണ്. ഒന്നാമത്തെ രാജ്യം ഐസ്ലാൻഡ് ആണ്, രണ്ടാമത്തെ രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്, മൂന്നാമത്തെ രാജ്യം നോക്കുകയാണെങ്കിൽ ലീഷ്ടെൻസ്റ്റീൻ എന്ന നമ്മളാരും കേട്ടിട്ടില്ലാത്ത ഒരു രാജ്യമാണ്, നാലാമത്തെ രാജ്യം നോർവേ ആണ്. നമ്മൾ ഈ 4 രാജ്യങ്ങളെ ചേർത്ത് EFTA എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്നാണ് ഈ 4 രാജ്യങ്ങൾ അറിയപ്പെടുക. അതിന്റെ കാരണത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, എന്താണ് ഈ EFTA രാജ്യങ്ങൾക്ക് ഈ കരാറിന്റെ പേര് TEPA എന്നാണ്, ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അസോസിയേഷൻ എന്നാണ് ഈ കരാറിന്റെ പേര്. ഈ കരാറിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 2003 ഇന്ത്യയും EFTA എന്ന ഈ സംഘടനയും തമ്മിൽ ഈ ഒരു കരാറിൽ ഏർപ്പെടാനുള്ള പ്രാഥമികമായ ചർച്ചകൾ ആരംഭിക്കുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും 2003 ഇത് നടന്നില്ല. 2008 വീണ്ടും ഇത് ചർച്ച നടന്നെങ്കിലും 2018 ശരിക്കും നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഈ കരാറിലേക്ക് വേണ്ട ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നത്. 2021 ചർച്ചകൾ നടന്നു. 2024 ഇപ്പോഴാണ് 2 ദിവസം മുന്നെയാണ് ശരിക്കും ഈ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയലാണ് അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിലൂടെ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു കരാറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു വാട്ടർ ഷെഡ് മൊമെന്റ് ആണെന്നാണ്, ചരിത്രപരമായ ഒരു മുഹൂർത്തം എന്നാണ് ഈ ഒരു TEPA കരാറിനെ പറ്റി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഹാൻഡിലിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ത്യക്കും ഈ ഒരു EFTA രാജ്യങ്ങൾക്കും ഈ ഒരു കരാറിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഈ ഒരു കരാറിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു EFTA രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് $100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ $100 ബില്യൺ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിൽ പല വിധത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടിയും ഈ ഒരു $100 ബില്യൺ ചെലവഴിക്കപ്പെടുന്നതാണ്. അതൊരു FDI ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇന്ത്യയിൽ വരിക. 15 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഒരു $100 ബില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുക. ചൈന പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തത് $60 ബില്യൺ ആയിരുന്നു എന്ന് അറിയുമ്പോഴാണ് എത്രമാത്രം വലുതാണ് ഈ ഒരു $100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു TEPA കരാർ വഴി ഈ ഒരു EFTA രാജ്യങ്ങൾക്ക്, ഐസ്ലാൻഡ്, ലീഷ്ടെൻസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രയോജനം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യ എന്ന വളരെ അഗ്രസീവായി വളരുന്ന ഒരു മാർക്കറ്റ് ഇന്ത്യ ഈ ഒരു രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് EFTA രാജ്യങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രയോജനം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കുന്ന ഒരു റോളക്സ് വാച്ച് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റുകൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ്. നിലവിൽ സ്വിറ്റ്സർലൻഡിൽ 1000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ചോക്ലേറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ അത് 3000 രൂപയായി മാറുന്നു. 300% ഇറക്കുമതി തീരുവയാണ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് ഇന്ത്യ നിലവിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മുകളിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത്. ഇനി മുതൽ ഈ 300% എന്ന് പറയുന്നത് വെറും 50%, 25% ആയി മാറാൻ പോകുന്നു. ഏകദേശം ഡ്യൂട്ടി ഫ്രീ ആയി സ്വിറ്റ്സർലൻഡിനും ഐസ്ലൻഡിനും നോർവേക്കും ലീഷ്ടെൻസ്റ്റീൻ എന്ന രാജ്യത്തിനും ഇന്ത്യയിൽ വ്യാപാരം നടത്താം, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്നതാണ് ഈ 4 രാജ്യങ്ങൾക്ക് ഈ ഒരു
TEPA എന്ന കരാർ വഴി ലഭിക്കാൻ പോകുന്ന പ്രയോജനം. നോർവേ സോഫ്റ്റ്വെയറുകൾക്ക് വളരെ പേരുകേട്ടതാണ്. നമ്മൾ ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ നെഗറ്റീവ് വശങ്ങളെ പറ്റി സംസാരിക്കാം. ആദ്യം 2003 ഈ ഒരു കരാറിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് EFTA രാജ്യങ്ങൾക്ക് നമ്മൾ ഇറക്കുമതി ഡ്യൂട്ടി ഫ്രീ ആയി കൊടുക്കുന്നത് പോലെ ഇന്ത്യക്കും ഈ ഒരു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഫ്രീ ആക്കി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾക്കുള്ള ഇറക്കുമതി തീരുവ 0% ആക്കി കിട്ടണമെന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. പക്ഷെ കാലക്രമേണ ഈ EFTA രാജ്യങ്ങൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളെ EFTA, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ഈ 4 രാജ്യങ്ങൾ അംഗങ്ങളല്ല. ഇവയിലെ കറൻസി യൂറോയുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയ്ക്കും വളരെ കരുത്തേകുന്ന ഒരു എഗ്രിമെന്റ് ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അത് മാത്രമല്ല, യൂറോപ്പുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ ഒരു സാമ്പത്തിക ഇടനാഴിക്കും കൂടുതൽ ബലം പകരുന്ന ഒരു എഗ്രിമെന്റ് ആയിരിക്കും ഈ TEPA എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ EFTA രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന $100 ബില്യൺ ഈ ഒരു TEPA എഗ്രിമെന്റിനെ പറ്റി പൂർണ്ണമായും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനകരമാകുന്ന ഈ ഒരു വാർത്ത നിങ്ങൾ മറ്റുള്ള ഇന്ത്യക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.